നമുക്ക് ചുരിദാറിൻ്റെ ഒരു വീഡിയോയാണ്. അതിനകത്ത് നമുക്ക് 2-3 ടൈപ്പ് മെറ്റീരിയൽസ് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പീസസ് നമുക്ക് വെബ്സൈറ്റിലും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കാണുന്നവർ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ഒക്കെ ചെയ്യുക. അവരിൽ നിന്ന് നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുത്ത് നറുക്കിട്ട് 3 പേരെ വീതം ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്നും തിരഞ്ഞെടുത്ത് അങ്ങനെ 9 പേർക്ക് നമ്മൾ എല്ലാ മാസവും ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. നമ്മുടെ 9 സാരി ഗിവ് അവേ വിന്നേഴ്സിൻ്റെയും സാരീസ് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഡിസ്പാച്ച് ചെയ്യാൻ പോവുകയാണ്. 9 പേർക്ക് 3 പേര് വെച്ച് ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്ന്, ഫേസ്ബുക്കിൽ നിന്ന് 3 പേർക്ക്, ഇൻസ്റ്റഗ്രാമിൽ നിന്ന് 3 പേർക്ക്, യൂട്യൂബിൽ നിന്ന് 3 പേർക്ക്, മൊത്തം 9 പാർസൽ 9 പേർക്ക് ഗിവ് അവേ കൊടുക്കാൻ പോവുകയാണ്. അമ്മണി വാവച്ചൻ, റിനി ജോർജ്, ശ്രീലത എസ് ഇവരുടെ എല്ലാം പാർസൽ നമ്മൾ അയക്കുന്നതായിരിക്കും ഇന്ന് തന്നെ. അപ്പോൾ ഈ സാരി ഗിവ് അവേയിൽ ഈ 9 പേരാണ് ജയിച്ചിരിക്കുന്നത്. 3 പ്ലാറ്റ്ഫോമിൽ നിന്ന് 3 പേര് വെച്ച് മൊത്തം 9. അപ്പോൾ എല്ലാ മാസവും നമുക്ക് ഇതേപോലത്തെ ഗിവ് അവേസ് ഉണ്ടാവും. എല്ലാ മാസവും നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് സാരീസ് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഇത് ജയിക്കാൻ വേണ്ടി ആകെ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾ ഏത് ചാനലിലാണോ കാണുന്നത്, യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക, ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും താഴെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അത് ലൈക്ക് ചെയ്യുക. റെഗുലർലി ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് എല്ലാ മാസവും ഓരോരോ ആൾക്കാർക്ക് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും. 3 പേരെ വെച്ച് ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്ന്. അപ്പോൾ 9 പേർക്ക് എല്ലാ മാസവും സാരീസ് ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് വരുന്നത് നമുക്ക് നല്ലൊരു ബ്ലൂ ഷെയ്ഡ്, നല്ല ഒരു റെയർ ബ്ലൂ ആട്ടോ, സട്ടിലായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ്. ഇതൊക്കെ വരുന്ന ഒരു സിൽക്ക് മെറ്റീരിയൽ ആട്ടോ, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ. അതിനകത്ത് നെക്ക് ഇങ്ങനെ ഒരു വീനെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ വീനെക്കിൽ ഇതേപോലെ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലോവർ പോർഷനിലേക്ക് വരുമ്പോഴും ഇതുപോലെ ഡിസൈൻ വന്നിട്ട് അതിനകത്തും ഈ ഫ്ലവറിലും ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലവർ ഡിസൈനും ഒരു ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ. 3950 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഇതേപോലെ ലൈറ്റ് വെയ്റ്റിലായിട്ട് വന്നിരിക്കുന്ന ദുപ്പട്ട. ഇതാണ് ബോട്ടം വരുന്നത്. 3950. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു പേസ്റ്റൽ ഗ്രീൻ ടോൺ. നല്ല ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ തന്നെ സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ ബാക്ക് സൈഡ് വന്നിരിക്കുന്നത്. നമുക്ക് ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. ഉണ്ടോ, ഒരു വീനെക്ക് പാറ്റേണും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് മെറ്റീരിയലാണ്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ആൻഡ് ബോട്ടം. 3950 റേഞ്ചിൽ വരുന്ന സെറ്റ്സ്. അടുത്തത് വരുന്നത് നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് 2150. നല്ലൊരു കോട്ടൺ, അതായത് നമ്മുടെ സാറ്റിൻ കോട്ടൺ എന്നൊക്കെ പറയുന്ന പോലെ അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ഒരു കോട്ടൺ ആണ്. അതിനകത്ത് കലങ്കാരിയുടെ ഒരു പാച്ച് വർക്കും കൊടുത്തിട്ട് ഇതേപോലെ ഒരു ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് യോക്കിൽ. ഇതൊരു ഒലിവ് ഗ്രീൻ്റെ ആ ഒരു ഷെയ്ഡ്. അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ കോട്ടണിൽ വന്നിരിക്കുന്ന, പ്യുവർ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ട. അതേപോലെ തന്നെ അതിൻ്റെ പാൻറ്റ് വരുമ്പോൾ ഇതേപോലെ കോട്ടൺ മെറ്റീരിയലിൽ കണ്ടോ, അതിൻ്റെ പാൻറ്റിൻ്റെ ലോവർ പോർഷൻ ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട്. ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു ടോപ്പായിട്ട് തയ്ക്കണമെങ്കിൽ അങ്ങനെയും തയ്ക്കാമല്ലോ അല്ലേ? നല്ലതുണ്ട്. ഉണ്ടോ കോറ കോട്ടൻ്റെ മെറ്റീരിയലാട്ടോ. ടോപ്പായിട്ട് അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കാം. കണ്ടോ, 2 സൈഡിലും വന്നിട്ടുണ്ട് ഇത്. അപ്പോൾ 2 പാൻറ്റിനും നമുക്ക് കാലിൻ്റെ ലോവർ പോർഷനിൽ കൊടുക്കാനായിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ക്രീം കളറ് ബോട്ടമൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതും നമുക്കൊരു ടോപ്പായിട്ട് അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കാം കേട്ടോ. നല്ല മെറ്റീരിയലാണ്. അതിൻ്റെ ബോട്ടം മെറ്റീരിയലാണെങ്കിലും നല്ല മെറ്റീരിയലാണ്. 2150 റേഞ്ചിൽ വരുന്ന സെറ്റ്. നല്ല പ്യുവർ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ട. ഇതും കൂടെ തയ്ച്ചിടുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇതിൻ്റെ മെറ്റീരിയലും ലൈനിങ് വെച്ചില്ലേലും കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള മെറ്റീരിയലാണ്. അടുത്തത് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഒരു പിങ്കും
മെറൂണും കൂടെയൊക്കെ ചേർന്നിട്ടുള്ള പോലുള്ളൊരു ഷെയ്ഡ്. 2150. അതേപോലെ തന്നെ ബോട്ടം. ഇത് വെച്ച് നമുക്ക് ചുരി ബോട്ടം തയ്ക്കരുത്, സ്ട്രൈറ്റ് ബോട്ടം അല്ലെങ്കിൽ പലാസോ ബോട്ടം ഒക്കെ തയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. മസ്റ്റർഡ് യെല്ലോ, നല്ല ബ്യൂട്ടിഫുൾ യെല്ലോ. നല്ല മെറ്റീരിയലാണ് കേട്ടോ, ടോപ്പിൻ്റെ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ്. ഇതാണ് ദുപ്പട്ട വരുന്നത്. നല്ല പ്യുവർ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ട ആൻഡ് ബോട്ടം. $2150. അടുത്തത് വരുന്നത് ഇതിൻ്റെ റേറ്റ് എത്രയാണ്? 2250. നല്ലൊരു സെമി മൊഡാൽ ഫീൽഡ് വന്നിരിക്കുന്ന മെറ്റീരിയൽ. നല്ല സുഖമാട്ടോ ഈ മെറ്റീരിയൽ. നല്ല കംഫർട്ടബിളാണ്, നല്ല ഒതുങ്ങി കിടക്കും, ഒട്ടും ചൂടെടുക്കില്ലാത്ത മെറ്റീരിയലാണ് കേട്ടോ ഇത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ. ഇത് നല്ല ജെറ്റ് ബ്ലാക്ക് ടോണാണ്. അതിൻ്റെ ബോർഡർ ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് നമുക്ക് കയ്യിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും യോക്കിലൊക്കെ കൊടുക്കണമെങ്കിലോ നെക്ക് പാറ്റേൺ കൊടുക്കണമെങ്കിലോ ഒക്കെ നമുക്ക് കൊടുക്കാം. അതിൻ്റെ ദുപ്പട്ട ഉണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള ഷിഫോൺ മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ദുപ്പട്ട. നല്ല പ്രീമിയം സെറ്റാട്ടോ ഇതൊക്കെ. അതേപോലെ തന്നെ വന്നിരിക്കുന്ന ബോട്ടം. ഈ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ എന്തോരം ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ബോട്ടം മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ്. നമുക്ക് ടോപ്പ് അടിക്കണമെങ്കിലൊക്കെ ആണെങ്കിലേ അത് നല്ല ലെങ്ത് ഇതുള്ള മെറ്റീരിയലാണ് അല്ലേ, വീതിയുള്ള മെറ്റീരിയലാണ്. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതും നല്ല ഉണ്ടോ, ടോപ്പിന് പറ്റും, ഇതും പറ്റും നമുക്ക് വേണമെങ്കിൽ. കണ്ടോ, 2 ടോപ്പ് അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കാം. ഇപ്പോൾ ഇതിനൊരു ബ്ലാക്ക് ബോട്ടം ഒക്കെ, ഒരു ബ്ലാക്ക് ബോട്ടം ഇട്ടാൽ 2നും പെയർ ചെയ്യാൻ പറ്റും. ദുപ്പട്ടയാണെങ്കിലും നമുക്ക് 2നും പെയർ ചെയ്യാം. കണ്ടോ, നല്ല ഇത് ഈ മെറ്റീരിയൽ നല്ലതാട്ടോ. ഇത് നമുക്ക് ബോട്ടം അടിക്കണം എന്നൊന്നുമില്ല, ടോപ്പ് അടിച്ചാൽ നല്ല സൂപ്പറായിട്ട് നിൽക്കുന്ന മെറ്റീരിയലാട്ടോ ഇത്. ഇനി ബോട്ടം അടിക്കേണ്ടവർക്ക് ബോട്ടം അടിക്കാം, പക്ഷേ എനിക്കിത് ടോപ്പിന് നല്ല ഇഷ്ടമായി. ഇപ്പോൾ 2 ടോപ്പ് കിട്ടും നമുക്ക്. ഇതുണ്ടോ, നല്ല ദുപ്പട്ടയാണെങ്കിലും നല്ല സോഫ്റ്റായിട്ടുള്ള ഷിഫോണിൽ വന്നിരിക്കുന്ന ദുപ്പട്ട. ഈ ദുപ്പട്ട തന്നെ ഇതിനും പെയർ ചെയ്യാം. അടുത്ത് വരുന്ന അതിൻ്റെ മെറൂൺ ഷെയ്ഡ്. മെറ്റീരിയൽ നല്ലതാണ്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ. ഒരു സെമി മൊഡാൽ ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന മെറ്റീരിയൽ. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. അതേപോലെ തന്നെ ബോട്ടം ഇങ്ങനെ വരുന്ന ബോട്ടം. ഇതൊക്കെ നമുക്ക് ടോപ്പിനും പറ്റും കേട്ടോ. നല്ല ഒതുക്കം തോന്നും ഇട്ട് കഴിഞ്ഞാലും. അടുത്തത് വരുന്നത് ബ്ലാക്കിൻ്റെ അടുത്ത ഡിസൈൻ. 2250 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 2250 റേറ്റ് വരുന്നത്. ബോട്ടത്തിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരും. ഷോള് നല്ല രസമാട്ടോ. ഷോളൊക്കെ ആണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ഷോളാണ്. അത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നത് കണ്ടോ, നല്ല രസമാണ്. ഇങ്ങനെ നമുക്ക് ഒഴുകി പോകുന്ന ടൈപ്പൊന്നും അല്ല, നല്ലതായിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ്. അത് മെറ്റീരിയൽ ഇങ്ങനെ ഫീൽ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ അറിയാൻ പറ്റുള്ളൂ നമുക്ക്. 2250. അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡ്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ദുപ്പട്ട ആൻഡ് ബോട്ടം.
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ചുരിദാർ സെറ്റ്സിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.